വളരെ ഹെൽത്തി ആയിട്ടുള്ള അവക്കാഡോ സാൻഡ്വിച്ച് തയ്യാറാക്കിയാലോ? നന്നായി പഴുത്ത അവക്കാഡോയിൽ നിന്ന് കുരു മാറ്റിയ ശേഷം ഇതുപോലെ പൾപ്പ് ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മാഷ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് അരമുറി ചെറുനാരങ്ങയുടെ നീരൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ചെറിയ സവാള അരിഞ്ഞതും ഒരു ചെറിയ തക്കാളി അരിഞ്ഞതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അല്പം കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് അവക്കാഡോ മിക്സ് ഇവിടെ തയ്യാറാക്കി എടുത്തു വയ്ക്കാം. ഇനി ഒരു കടായിലേക്ക് ബട്ടറോ നെയ്യോ തേച്ച ശേഷം ബ്രെഡിൻ്റെ സ്ലൈസസ് ഇതുപോലെ ടോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി ഒരു 3-4 കോഴിമുട്ട തട്ടിയ ശേഷം അതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഇനി ഇത് ഓംലെറ്റുകളായി തയ്യാറാക്കി പീസസാക്കി മാറ്റി വയ്ക്കണം. ഇനി ടോസ്റ്റ് ചെയ്തെടുത്ത ബ്രെഡിൻ്റെ മുകളിലേക്ക് അവക്കാഡോയുടെ ഫില്ലിംഗ് തേച്ച് കൊടുക്കണം. അതിന് മുകളിലായിട്ട് ഒരു കഷ്ണം ഓംലെറ്റിൻ്റെ പീസും കൂടെ വെച്ച് കൊടുത്ത് നല്ല സാൻഡ്വിച്ചുകൾ തയ്യാറാക്കിയെടുക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.